അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഭരണഘടനയുടെ ധർമ്മങ്ങൾ, 5 ധർമ്മങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമുക്ക് പറയാൻ കഴിയുന്ന രാജ്യത്തെ വൈവിധ്യമാർന്ന ജനങ്ങളെ ഏകോപിപ്പിച്ച് നിർത്തുന്നു, ആ രാജ്യത്തെ ജനങ്ങളെല്ലാം നിയമം അനുസരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ധർമ്മം. രണ്ടാമത്തെ ധർമ്മം, ആ രാജ്യത്തെ ഗവൺമെന്റ് തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ് എന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയാണ്. മൂന്നാമത്തത് പറഞ്ഞു ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി കൽപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നാലാമത് പറഞ്ഞത് സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഒരു ഭരണഘടനയിൽ പ്രതിഫലിക്കുന്നു എന്ന് പറഞ്ഞു. അഞ്ചാമത് ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. അഞ്ചാമത് ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന, അല്ലെങ്കിൽ ഏതൊരു ഭരണഘടനയും, ഇന്ത്യയുടെ മാത്രമെന്നല്ല ഏതൊരു ഭരണഘടനയും. ഒരു ഭരണഘടന ആധികാരികമാകുന്നത് എപ്പോഴാണ് എന്നതാണ് ഇനി അടുത്തതായി നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഭരണഘടന ആധികാരികമാകുന്നത്? ഞാൻ കുറച്ച് സ്ലോ ആണ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പീഡായിട്ട് തോന്നിയേക്കാം. നമുക്ക് 2 പുസ്തകങ്ങളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കേണ്ടത്. ആ 2 പുസ്തകങ്ങളിലുമായിട്ട് 10-20 ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ ഒരു ക്ലാസ്സിൽ ഒരു ചാപ്റ്ററെങ്കിലും എടുത്ത് തീർത്തെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയത്ത് നമുക്ക് ഈ പോർഷൻസ് എടുത്ത് തീർക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇത്തിരി സ്പീഡിൽ പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം. ഡൗട്ട് അതിനെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഒരു ഭരണഘടന ആധികാരികമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെ എന്ന് വെച്ചാൽ, ആധികാരികമാക്കുക എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഒരു ഭരണഘടനയെ ആധികാരികവും ഫലപ്രദവുമാക്കി തീർക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങൾ അതിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ്. ഭരണഘടന എഴുതി വെച്ചാൽ അതിനെ ആരും അംഗീകരിക്കുന്നതുമില്ല അനുസരിക്കുന്നതുമില്ല എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ ഭരണഘടന ആധികാരികമാകുന്നത് അല്ലെങ്കിൽ ഫലപ്രദമാകുന്നത് ആ രാജ്യത്തെ ജനങ്ങൾ സ്വമേധയാ അതിനെ അനുസരിക്കുമ്പോഴാണ്. അതിന് ചില ഘടകങ്ങളുണ്ട്. സ്വമേധയാ ജനങ്ങളെ അനുസരിക്കണമെങ്കിൽ ചില ഘടകങ്ങളുണ്ട്. എല്ലാം ജനങ്ങൾ സ്വമേധയാ അനുസരിക്കത്തില്ല. സ്വമേധയാ ജനങ്ങൾ ഒരു ഭരണഘടനയെ അനുസരിക്കണമെങ്കിൽ അതിൽ ഒന്നാമത് വേണ്ടത് അതിന്റെ പ്രഖ്യാപന രീതി. പ്രഖ്യാപന രീതി എന്ന് പറഞ്ഞാൽ ഭരണഘടന ആര് നിർമ്മിച്ചു, എങ്ങനെ നിർമ്മിച്ചു, ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതെങ്ങനെയാണ് നിലവിൽ വന്നത്? പ്രഖ്യാപന രീതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ ബ്രിട്ടീഷുകാരനായിരുന്നു ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കി നമ്മുടെ മേൽ കൊണ്ട് തന്നതെങ്കിൽ, നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതെങ്കിൽ നമ്മളത് അംഗീകരിക്കുമോ? ഇല്ല. ആരാണത് നടപ്പിലാക്കിയത്? വേറൊരു അമേരിക്കക്കാരൻ കൊണ്ടുവന്നാണത് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. അപ്പോൾ ഒരു ഭരണഘടന പ്രഖ്യാപന രീതി അനുസരിച്ചാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. ഒന്നാമത്തെ ഘടകം പ്രഖ്യാപന രീതി എന്ന് വെച്ചാൽ എങ്ങനെ അത് നിലവിൽ വന്നു, ഭരണഘടന എങ്ങനെയാണ് നിലവിൽ വന്നത്, ആരാണത് നിർമ്മിച്ചത്, എങ്ങനെയാണത് നിർമ്മിച്ചത്, ഇത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഉദാഹരണത്തിന് ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് നിലവിൽ വന്നത്, ഇന്ത്യൻ ഭരണഘടന ആരാണ് നിർമ്മിച്ചത്, ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് നിർമ്മിച്ചത്. നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. എങ്കിലും പലപ്പോഴും നമ്മളിൽ പലരും ചിന്തിക്കാത്ത, എല്ലാവരും ഞാൻ പറയുന്നില്ല, നമ്മളിൽ പലരും ചിന്തിക്കാത്ത ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞവയൊക്കെ, അല്ലേ? അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതെങ്ങനെയൊക്കെയാണ് നിലവിൽ വന്നതെന്നും ആരാണത് നിർമ്മിച്ചതെന്നും എങ്ങനെയാണ് നിർമ്മിച്ചതെന്നും നമുക്കിപ്പോൾ ഉടനെ പഠിക്കാം. രണ്ടാമത്തെ ഘടകം ഭരണഘടനയിലെ മുഖ്യമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്. അംഗീകരിക്കാൻ കഴിയാത്ത ഏത് വ്യവസ്ഥയെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. യുക്തിസഹവും തൃപ്തികരവുമായിരിക്കണം ഭരണഘടന ഉള്ളടക്കം. നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരിക്കണം അതിലെ വ്യവസ്ഥകൾ. ഒരു ഭരണഘടന ആ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ അത് യുക്തിസഹമായിരിക്കണം, ആ രാജ്യത്തെ ജനങ്ങൾക്ക് തൃപ്തികരമായിരിക്കണം. ഇല്ലെങ്കിൽ അംഗീകരിക്കും. ഇപ്പൊ നമ്മൾ അലിഖിതമായ നിയമങ്ങൾ ഭരണഘടന നമ്മുടെ വീട്ടിലുണ്ട്, അല്ലേ? അലിഖിതമായ ഭരണഘടന ഒരു ഗവൺമെന്റ് പോലെ നമ്മുടെ വീട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അവിടെ ലിഖിതമല്ലെന്നേ ഉള്ളൂ നിയമങ്ങൾ.
അല്ലേ? അപ്പൊ ആ നിയമങ്ങൾ നിലനിൽക്കുന്നിടത്ത് ആ നിയമങ്ങൾ മുതിർന്നവരെ ബഹുമാനിക്കുക അലിഖിതമായൊരു നിയമമാണ്, അല്ലേ? മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില കാര്യങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്, എഴുതപ്പെടാത്ത ചില രീതികളുണ്ട്. ആ രീതിക്ക് അപ്പുറത്തേക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ മുതിർന്നവര് റൂമിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ബാക്കിയുള്ളവരൊക്കെ നിന്നോണം എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എതിർപ്പുണ്ടാവും, അത് അംഗീകരിക്കാത്ത അവസ്ഥയുണ്ടാവും. ശരിയല്ലേ? എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് യുക്തിസഹമായിരിക്കണം. ആ രാജ്യത്തെ ജനങ്ങൾക്ക് അത് ബാധകമാകുന്ന ജനങ്ങൾക്ക് തൃപ്തികരവുമായിരിക്കണം. എങ്കിൽ മാത്രമേ ജനങ്ങൾ സ്വമേധയാ ആ ഭരണഘടനയെ അംഗീകരിക്കുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയെ ജനങ്ങൾ അംഗീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അത് യുക്തിസഹവും പൊതുവേ ജനങ്ങൾക്ക് ഇപ്പൊ എല്ലാ അർത്ഥത്തിലും തൃപ്തികരമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വൈവിധ്യമാർന്ന സ്വഭാവ രീതികൾ ഉള്ളവരാണ്. പൊതുവായി കൂട്ടിയോജിപ്പിക്കുന്ന അവസ്ഥയിൽ പൊതുവേ യുക്തിസഹവും തൃപ്തികരവുമാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ ജനത അംഗീകരിക്കുന്നത്. അപ്പോൾ ഒരു ഭരണഘടനയെ ആധികാരികമാക്കുന്ന രണ്ടാമത്തെ ഘടകമാണ്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരു പ്രഖ്യാപന രീതിയാണ്. പ്രഖ്യാപന രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു, ആര് നിർമ്മിച്ചു, എങ്ങനെ നിർമ്മിച്ചു എന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തേത് ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മുഖ്യ വ്യവസ്ഥകൾ അത് യുക്തിസഹവും ആ രാജ്യത്തെ ജനങ്ങൾക്ക് തൃപ്തികരവുമായിരിക്കണം. അതാണ് രണ്ടാമത്തെ ഘടകം, ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകം, ഒരു രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഘടകം. മൂന്നാമത്തത് സന്തുലിത സ്ഥാപന രൂപരേഖ. ഒരു ഭരണഘടനയെ അംഗീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് സന്തുലിത സ്ഥാപന രൂപരേഖ. ഞാൻ മുമ്പേ പറഞ്ഞു വൈവിധ്യങ്ങള് അല്ലേ നിറഞ്ഞതാണ്. അതായത് വിവിധ വ്യവസ്ഥകളും സ്ഥാപനങ്ങളും അതുകൊണ്ട് തന്നെ പരസ്പര പൂരകങ്ങളായി സംവിധാനം ചെയ്യപ്പെടണം. നേരത്തെ ഞാൻ തന്നെ സൂചിപ്പിച്ചു, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, നിയമനിർമ്മാണ ഘടകം, കാര്യനിർവഹണ ഘടകം, നീതിന്യായ ഘടകം. അപ്പൊ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും നീതിന്യായ വിഭാഗവും പരസ്പരം കടന്നുകയറാതെ സന്തുലിതമായി പോകണം. നിയമനിർമ്മാണ ഘടകം എന്ന് പറയുമ്പോൾ നിയമങ്ങൾ നിർമ്മിക്കുന്ന ജോലി അവർക്കുള്ളത്. അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവർ എക്സിക്യൂട്ടീവ് ഇടപെടാതിരിക്കുക, നിയമവിരുദ്ധമായി ഇടപെടാതിരിക്കുക. നിയമങ്ങൾ നിർമ്മിച്ചാൽ അത് നടപ്പിലാക്കുന്ന ജോലി എക്സിക്യൂട്ടീവിനുള്ളതാണ്, കാര്യനിർവഹണ ഘടകത്തിനുള്ളതാണ്. നിയമനിർമ്മാണ സഭ അക്കാര്യങ്ങളിൽ അധികാരപരിധിക്ക് പുറത്തിടപെടാതിരിക്കുക. നീതിന്യായ വ്യവസ്ഥയെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ വ്യാഖ്യാനിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന ജോലിയാണ് നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളത്. ആ നീതിന്യായ വ്യവസ്ഥ ആ ജോലി ചെയ്യുമ്പോൾ അനാവശ്യമായി അധികാരത്തിൽ നിന്നും വിട്ട് അധികാരപരിധിക്ക് അപ്പുറത്തേക്ക് എക്സിക്യൂട്ടീവിന്റെയും ലെജിസ്ലേച്ചറിന്റെയും കാര്യങ്ങൾ, അതായത് കാര്യനിർവഹണ വിഭാഗത്തിന്റെയും നിയമനിർമ്മാണ വിഭാഗത്തിന്റെയും കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഒരു സന്തുലനം, ഇവ മൂന്നും തമ്മിൽ ഒരു സന്തുലനം. അപ്പൊ ഇങ്ങനെ വിവിധ ഘടകങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റിന് അധികാരങ്ങളുണ്ട്, സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടാതിരിക്കുക, സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരങ്ങളിൽ അപ്പുറത്തേക്ക് കയറി സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിൽ കേന്ദ്രം കൈകടത്താതിരിക്കുക. ഒരു സന്തുലന രൂപരേഖ, ഇതിനെയാണ് സന്തുലന രൂപരേഖ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് അങ്ങനെ പലതുമുണ്ട്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ആര് നിയമിച്ചോട്ടെ, ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, കോടതിക്ക് പോലും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ളൊരു ഭരണഘടനാ ഘടകമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പ്രസിഡന്റിന്റെ സ്ഥാനം, ഇവയൊക്കെ അപ്പൊ അധികാരത്തിലേക്ക് കൈ കടത്താതെ തുലന നില പാലിക്കുക, സന്തുലന രൂപരേഖ. അങ്ങനെ വരുമ്പോഴാണ് ഭരണഘടനയെ എല്ലാവരും അംഗീകരിക്കുന്നത്. സന്തുലന രൂപരേഖയാണ് സന്തുലന സ്ഥാപനങ്ങൾ തമ്മിൽ സന്തുലനം. ഒന്നൊന്നിനെ എൻക്രോച്ച് ചെയ്യാതിരിക്കുക, ഒരു ഘടകത്തിന് മറ്റൊരു ഘടകത്തിന് മേൽ അധികാരം സ്ഥാപിക്കാതിരിക്കുക, ഉള്ളതിൽ കവിഞ്ഞ അധികാരം സ്ഥാപിക്കാതെ ഇരിക്കുക. സന്തുലന സ്ഥാപന രൂപരേഖയാണ് ഭരണഘടനയെ ആധികാരികമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഒന്നാമത്തെ ഘടകം ഞാൻ പറഞ്ഞു, പ്രഖ്യാപന രീതി,
അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു, ആര് നിർമ്മിച്ചു, എങ്ങനെ നിർമ്മിച്ചു. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു ഭരണഘടനയിലെ മുഖ്യവ്യവസ്ഥകൾ എന്ന് പറയുന്നത് യുക്തിസഹവും ആ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാവർക്കും തൃപ്തികരവുമായിരിക്കണമെന്ന് പറഞ്ഞു. മൂന്നാമത് സന്തുലന സ്ഥാപന രൂപരേഖ. ആ ഭരണഘടനയിൽ പറയുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും തമ്മിലുള്ള അധികാരത്തിന്റെ പങ്കുവയ്ക്കും അധികാര നിർവഹണവും കൃത്യമായ രീതിയിൽ ഒന്നിനെ മറികടക്കാതെ ചെയ്യുന്ന അവസ്ഥ. എങ്കിൽ മാത്രമേ ഭരണഘടന ആധികാരികമാകൂ, എല്ലാവരും അംഗീകരിക്കുകയുള്ളൂ. ഇനി ഇതിലെല്ലാം ഉപരി നാലാമത്തേത്, കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം ഒരു ഭരണഘടനയ്ക്ക്. എക്കാലത്തേക്ക് ഒരു ഭരണഘടന നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. അപ്പൊ അതിനനുസരിച്ച് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാവണം. ആ നിയമങ്ങൾ ഭരണഘടനയുടെ ഭാഗമാക്കണം. എങ്കിൽ മാത്രമേ ആ ഭരണഘടനയ്ക്ക് നിലനിൽക്കുള്ളൂ. അല്ലാത്ത ഭരണഘടനയിൽ മാറ്റം വരുത്താൻ തയ്യാറാകാത്ത അവസരങ്ങളിൽ നമുക്കറിയാം ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഒക്കെ തന്നെ കലാപങ്ങളും വിപ്ലവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കണം ഒരു ഭരണഘടന. എങ്കിൽ മാത്രമേ ആ ഭരണഘടന ആധികാരികമാകൂ, ജനങ്ങൾ സ്വമേധയെ അംഗീകരിക്കുകയുള്ളൂ. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഭരണഘടന ആധികാരികമാകൂ. പ്രധാനമായിട്ടും ഒന്ന്, അതിന്റെ പ്രഖ്യാപന രീതി, എന്നുവെച്ചാൽ അത് ഉണ്ടാക്കിയ വിധം. അല്ലെങ്കിൽ നിലവിൽ വന്ന വിധം. 2 എന്ന് പറയുന്നത് അതിലെ മുഖ്യ വ്യവസ്ഥകൾ. 3 എന്ന് പറയുന്നത് സന്തുലിത സ്ഥാപന രൂപരേഖ. 4 കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരണമായി അവയെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാവണം ഭരണഘടന. എങ്കിൽ മാത്രമേ ഒരു ഭരണഘടന ആധികാരികം ആവുകയുള്ളൂ. ആ രാജ്യത്തെ ജനങ്ങൾ സ്വമേധയാ അതിനെ അംഗീകരിക്കുകയുള്ളൂ. ഇതിൽ ആദ്യം പറഞ്ഞത് നമുക്കൊന്ന് വിശദമായി പരിശോധിച്ച് നോക്കാം. എന്താ ആദ്യം പറഞ്ഞത്? ഭരണഘടനയുടെ പ്രഖ്യാപന രീതി. ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു, ഭരണഘടനയെ എങ്ങനെ നിർമ്മിച്ചു, ആര് നിർമ്മിച്ചു, ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അതുമാത്രമല്ല അതിനുശേഷം നിങ്ങൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാവും, വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതായിരിക്കും. നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. നമുക്കറിയാം അതിലൊരു പ്രധാന വ്യക്തിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. കേട്ടിട്ടുള്ളതായിരിക്കും, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തെ ഭരണഘടനാ ശില്പി, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിനിധികൾ മാത്രം ഉൾക്കൊണ്ട ഒരു സഭയായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലയളവിന്റെ നിർദ്ദേശം പോയത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈമാറുന്നതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു കമ്മീഷനെ നിയമിച്ചു. അതിനെ ക്യാബിനറ്റ് മിഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശമനുസരിച്ചാണ് സ്വാതന്ത്ര്യം നേടുന്ന ഇന്ത്യക്കൊരു പുതിയ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ. അതിന്റെ അടിസ്ഥാനം ക്യാബിനറ്റ് മിഷൻ പദ്ധതി അഥവാ ക്യാബിനറ്റ് മിഷൻ പ്ലാനാണ്. അതിൽ ഇന്ത്യൻ പ്രതിനിധികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1946 ഇതിന്റെ തുടക്കം. അതായത് അന്ന് ഇന്ത്യ വിഭജിക്കപ്പെട്ടിരുന്നില്ല, അവിഭക്ത ഇന്ത്യയായിരുന്നു. എന്ന് പറയുമ്പോൾ ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശമായിരുന്നു. ആ അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി 1946
ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. 1946 ആദ്യത്തെ സ്റ്റെപ്പാണ്. ഞാൻ പറഞ്ഞു ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിച്ചത്, രൂപീകരിച്ചത്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ശുപാർശ അനുസരിച്ച് അവർ നിർദ്ദേശിച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി 1946 ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഇതിനെക്കുറിച്ച് ഒരുപാട് വിമർശനമുണ്ട്. വ്യാപകമായ വിമർശനം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായി. കാരണം ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ വിമർശനം. വേറൊന്നും ആയിരുന്നില്ല. അതായത് എല്ലാ ജനങ്ങൾക്കും ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് വോട്ടവകാശം ലഭിച്ചില്ല എന്നതാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായപ്പോഴുണ്ടായ ഒരു വിമർശനം. ഇപ്പോഴും അത് ഒരു വിമർശനമായിട്ട് പലരും ഉന്നയിക്കാറുണ്ട്. പിന്നെ എങ്ങനെയാണ് അതിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല തെരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലാണ്. ആനുപാതിക പ്രാതിനിധ്യ രീതി അനുസരിച്ച് പരോക്ഷമായിട്ടാണ് തെരഞ്ഞെടുത്തത്. അത് പിന്നീട് നമ്മൾ പഠിക്കും. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ അതിന് പറയും. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം, ആനുപാതിക പ്രാതിനിധ്യ രീതി. ആനുപാതിക പ്രാതിനിധ്യ രീതി അനുസരിച്ചാണ് തെരഞ്ഞെടുത്തത്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്, വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ഒക്കെ ആ രീതി അനുസരിച്ചാണ്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പ്രതിനിധികൾ, അത് തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ വോട്ട് ചെയ്ത് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന രീതി. നേരിട്ടല്ല, അതിന് പരോക്ഷ തെരഞ്ഞെടുപ്പെന്ന് പറയും. ആനുപാതിക, മലയാളത്തിൽ അതിന് ആനുപാതിക പ്രാതിനിധ്യ രീതി, ഇംഗ്ലീഷിൽ അതിന് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ആ ആനുപാതിക പ്രാതിനിധ്യ രീതിയിൽ, അതായത് ഇന്ത്യൻ പ്രസിഡന്റിനെയും മറ്റും തെരഞ്ഞെടുക്കുന്ന ആ ആനുപാതിക പ്രാതിനിധ്യ രീതിയിൽ പരോക്ഷമായിട്ടാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 2 തരം അംഗങ്ങളുണ്ടായിരുന്നു. 2 വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിലെ നിയമനിർമ്മാണ സഭകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അതായത് ഇന്ത്യയിൽ അന്ന് 2 തരത്തിലുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് പറയും. ബ്രിട്ടീഷുകാർ എല്ലാ പ്രദേശവും നേരിട്ട് ഭരിച്ചിരുന്നില്ല. ഹിസ്റ്ററിയിലൊക്കെ നിങ്ങളത് താഴ്ന്ന ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങൾ, പ്രവിശ്യകൾ, ഇപ്പോൾ നമുക്കറിയാം മദ്രാസ് പ്രവിശ്യ, ബോംബെ പ്രവിശ്യ, ബംഗാൾ പ്രവിശ്യ എന്നൊക്കെ പറയുന്ന കുറെ ഭാഗങ്ങൾ അവർ നേരിട്ട് ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. അവിടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകളിൽ തെരഞ്ഞെടുപ്പിലൂടെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതി ഉണ്ടായിരുന്നു, നിലവിൽ വന്നു. അപ്പൊ അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിലെ നിയമസഭാംഗങ്ങളെയും അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളല്ലാതെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിലെ പ്രതിനിധികളും കൂടിച്ചേരുന്നതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 2 രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ഒന്ന്, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യ, നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യ എന്ന് പറയും. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിലെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങളും നാട്ടുരാജ്യങ്ങളിലെ പ്രതിനിധികളും. ഇങ്ങനെ 2 തരം പ്രതിനിധികൾ ഉൾക്കൊള്ളുന്നതായിരുന്നു നമ്മുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ. അതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിലെ 292 അംഗങ്ങളുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 അംഗങ്ങളും. അങ്ങനെ മൊത്തം
തുടക്കത്തിൽ അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം 385 385 അംഗങ്ങളായിരുന്നു. അവിഭക്ത ഇന്ത്യയിൽ 1946 സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 1946 അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൊത്തം അംഗങ്ങൾ 385 ആയിരുന്നു. അത് തന്നെ 3 വിഭാഗങ്ങളായിരുന്നു. ഈ 385 അംഗങ്ങൾ 2 രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും 3 വിഭാഗത്തിന് പ്രത്യേകം കോട്ട നിശ്ചയിച്ചായിരുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക കോട്ട ഉണ്ടായിരുന്നു, സിഖുകാർക്ക് പ്രത്യേക കോട്ട ഉണ്ടായിരുന്നു, ബാക്കിയുള്ളത് പൊതുവിഭാഗം. ഇങ്ങനെ 3 വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ. ഈ 3 വിഭാഗത്തിനും പ്രത്യേകമായി കോട്ട ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം അംഗങ്ങളും പൊതുവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക കോട്ട ഉണ്ടായിരുന്നു, സിഖുകാർക്ക് പ്രത്യേക കോട്ട ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിഭാഗത്തിലുള്ളവരെ തെരഞ്ഞെടുത്തത് പൊതു ചർച്ചയിലൂടെ ഏകപക്ഷീയമായിട്ട് തെരഞ്ഞെടുത്തതല്ല, ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്തതല്ല. ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയാണ് തെരഞ്ഞെടുത്തത്. ഭരണഘടനയുടെ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുപ്പ് 1946 നടന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ആദ്യ സമ്മേളനം അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ മാസം 9 നടക്കുന്നത്. ഭരണഘടനാ സമിതിയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ തെരഞ്ഞെടുപ്പ് നടന്നതിനു ശേഷം ആദ്യ സമ്മേളനം അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഈ സഭ കൂടുമ്പോൾ, അത് നിങ്ങൾ പലർക്കും അറിയാം, സഭ കൂടുമ്പോൾ സഭയ്ക്കൊരു അധ്യക്ഷൻ വേണം. ആ അധ്യക്ഷനെ താൽക്കാലികമായി തെരഞ്ഞെടുക്കുക. ഒരു പുതിയ പാർലമെന്റ് ആയാലും സംസ്ഥാന നിയമനിർമ്മാണ സഭകളായാലും ഒക്കെ തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം അതിന്റെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കും. സഭയുടെ അധ്യക്ഷൻ, പാർലമെന്റ് അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ സ്പീക്കറാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ എന്ന് പറയുമ്പോൾ സ്പീക്കറാണ്. അപ്പൊ സ്പീക്കറെ, യഥാർത്ഥ സ്പീക്കറെ, സ്ഥിര സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് താൽക്കാലികമായിട്ട് ആ സഭ സമ്മേളിച്ച് സ്പീക്കറെ ഒക്കെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരാളെ അധ്യക്ഷനാക്കും. അതിനെ പ്രോ ടൈം സ്പീക്കർ എന്നൊക്കെ നമ്മൾ പറയും. ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയും. 1946 ഡിസംബർ മാസം 9 ആദ്യത്തെ സമ്മേളനം അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം കൂടുകയും ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായത്, താൽക്കാലിക അധ്യക്ഷനായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുക, അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. അതിനുശേഷം 1946 ഡിസംബർ മാസം 11 2 ദിവസം കഴിഞ്ഞപ്പോൾ സഭ വീണ്ടും സമ്മേളിച്ചു എന്ന് മാത്രമല്ല, സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുത്തു. നിങ്ങൾക്കറിയാം അദ്ദേഹം ആരാണെന്ന്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതിനുശേഷമാണ് നമുക്കറിയാം ഇത് രണ്ടാകുന്നത്. അതുവരെ അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയായിരുന്നു. 1947 ഓഗസ്റ്റ് 14 ഈ സഭ രണ്ടായി. കാരണം ഇന്ത്യയെ വിഭജിക്കുമ്പോൾ ആ വിഭജിക്കുന്ന ഭാഗത്തുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് വിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുണ്ടായി. വിഭജിക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായത്, ആദ്യമായി ചേർന്നത് 1947 ഓഗസ്റ്റ് 14 1947 ഓഗസ്റ്റ് 14 ചേർന്ന ആ സഭയിൽ, വിഭജിക്കപ്പെട്ട സഭയിൽ
അംഗസംഖ്യ 299 അവിഭക്ത സഭയിലെ അംഗസംഖ്യ 385 ആയിരുന്നുവെങ്കിൽ വിഭക്ത ഇന്ത്യയുടെ സഭയിലെ അംഗസംഖ്യ 299 ആയിരുന്നു. ബാക്കിയുള്ളത് പാകിസ്ഥാന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് പോയി. അപ്പൊ അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമനിർമ്മാണ സഭയുടെ സമ്മേളനം ചേർന്നു 1947 ഓഗസ്റ്റ് 14. തുടർന്ന് 166 ദിവസം തുടർച്ചയായിട്ട് സഭ സമ്മേളിച്ചു. ഇടവിട്ട് 166 ദിവസം സമ്മേളിച്ചു. ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി, തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഒക്കെയായി സഭ 166 ദിവസങ്ങൾ കൂടി. 1949 നവംബർ മാസം 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഓർത്തിരിക്കുക, 1949 നവംബർ മാസം 26 1949 നവംബർ മാസം 26 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 1900 അതുകൊണ്ട് തന്നെയാണ് നവംബർ 26 ഒരു പ്രത്യേകതയുണ്ട്. എന്താ നവംബർ 26 പ്രത്യേകത? നവംബർ 26 പ്രത്യേകത എന്താ? നിയമദിനമാണ് നവംബർ 26. നിയമദിനമാണ് നവംബർ 26. നവംബർ 26 നമ്മൾ നിയമദിനമായി ആചരിക്കുന്നതിന്റെ കാരണം 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. തുടർന്ന് 1950 ജനുവരി 26 ഔപചാരികമായി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ജനുവരി 26 ഒരു പ്രത്യേകതയുണ്ട്. അത് വേറൊരു ദിവസം നമ്മൾ ആചരിക്കുന്നു, റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്ന ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നവംബർ 26. നവംബർ 26 പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1949 നവംബർ 26 അതുകൊണ്ടാണ് നവംബർ 26 നിയമദിനമായി ആചരിക്കുന്നത്. 1950 ജനുവരി 26 ഔപചാരികമായി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു എന്നുള്ളതുകൊണ്ട് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ടും നമ്മൾ ആചരിക്കുന്നു. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു നിർമ്മാണ രീതിയുടെ ഏകദേശ അവസ്ഥ. ഞാൻ പറഞ്ഞു 166 ദിവസങ്ങളാണ് സഭ പലപ്പോഴായി സമ്മേളിച്ചത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നതും ഇത്തരത്തിൽ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് കൊണ്ടും മാത്രമല്ല, മറ്റു ചില കാര്യങ്ങളുണ്ട്. ഭരണഘടനയുടെ നിർമ്മാണത്തിന്റെ രീതി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സഭ ഒരു സംവാദവേദിയായിരുന്നു. ഏകപക്ഷീയമായിട്ടൊന്നും ആയിരുന്നില്ല. ഏകപക്ഷീയമായിട്ട് എവിടെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നുവോ, എവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നുവോ അവിടെ തൽക്കാലമില്ലെങ്കിലും പിന്നീട് പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ഒരു സംവാദവേദിയായിരുന്നു. എല്ലാവർക്കും പറയാനുള്ളത്, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളായിരുന്ന രാഷ്ട്ര നേതാക്കന്മാരായിരുന്നു അതിലെ അംഗങ്ങൾ. അപ്പൊ എല്ലാവർക്കും പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയുവാനും അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യുവാനും ഒക്കെയുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. സംവാദവേദിയായിരുന്നു. അല്ലാതെ ഏകപക്ഷീയമായി എഴുതി ചേർത്തതോ അടിച്ചേൽപ്പിച്ചതോ ആയിരുന്നില്ല. അവിടെ തീരുമാനത്തിലെത്തുമ്പോൾ, സംവാദം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരും അവരവരുടെ ന്യായങ്ങൾ, അവരവരുടെ രീതികൾ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം നടത്തും. എന്നാൽ അന്തിമ തീരുമാനമെടുത്തത്, സംവാദങ്ങൾ ഏറെ ഉണ്ടായെങ്കിലും അന്തിമ തീരുമാനമെടുത്തത് പൊതുയുക്തിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. പൊതുയുക്തിയെ അടിസ്ഥാനമാക്കിയ ചുമ്മാതെ ചർച്ചകളല്ല, നമ്മളിന്ന് കാണുന്ന ഞാനൽ ചർച്ചകളല്ലായിരുന്നു എന്നർത്ഥം. പണ്ടാരുടെ പറഞ്ഞ പോലെ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും പേപ്പട്ടിയാക്കിയതിനു ശേഷം തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന രീതി ആയിരുന്നില്ല. വളരെ വ്യക്തമായി യുക്തിസഹമായ ചർച്ചകൾ,
ഹോട്ട് ഡിസ്കഷൻസ്. ആ ഡിസ്കഷന്റെ പേരിൽ അടിച്ചു പിരിഞ്ഞതല്ല ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. പൊതുയുക്തിയുടെ അടിസ്ഥാനത്തിൽ ആ ചർച്ചകൾക്കൊടുവിൽ അഭിപ്രായ ഐക്യത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഉണ്ടായതാണ്. ശക്തമായ വാദപ്രതിവാദങ്ങളുണ്ടായി പല കാര്യങ്ങളെ സംബന്ധിച്ചും. ശക്തമായ അഭിപ്രായ ഭിന്നതകളുണ്ടായി. ഭരണഘടന എഴുതി ഉണ്ടാക്കിയപ്പോൾ അഭിപ്രായ ഭിന്നത പല കാര്യങ്ങളിലുമുണ്ട്. ഒട്ടുമിക്ക കാര്യങ്ങളിലും. ഒരു കാര്യത്തിലൊഴിച്ച് ബാക്കി എല്ലാ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്ന ഒരു കാര്യത്തിലൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ അംഗങ്ങൾക്കിടയിലുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധങ്ങൾ. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അഭിപ്രായ ഭിന്നതകൾ ഏറെ ഉണ്ടായി. കേന്ദ്രത്തിനുള്ളതുപോലെയുള്ള അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്കും വേണമെന്ന് വാദിച്ച നല്ലൊരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ച്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് ശക്തമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി. ഇനി അത് മാത്രമല്ല, സ്വത്ത് സംരക്ഷിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് ശക്തമായ അഭിപ്രായ ഭിന്നതകളുണ്ടായി. സ്വത്തിന്റെ സംരക്ഷണം ഏർപ്പെടുത്തണം എന്ന് വെച്ചാൽ ഒരാൾക്ക് യഥേഷ്ടം സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം നൽകണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി. വേണമെന്ന് കുറെ പേര്, ഇഷ്ടംപോലെ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം വേണമെന്ന് ഒരു വിഭാഗം, വേറൊരു വിഭാഗം അങ്ങനെയല്ല, അതിന് നിയന്ത്രണം വേണമെന്ന് അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നീതിന്യായ അധികാരങ്ങളെക്കുറിച്ച്, നീതിന്യായ അധികാരം എങ്ങനെയായിരിക്കണം, സംസ്ഥാനവും കേന്ദ്രത്തിലും ഒക്കെ ഉള്ള നമ്മളിന്ന് കാണുന്ന തരത്തിലുള്ള വിവിധ തട്ടിലുള്ള കോടതികൾ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അവയൊക്കെ തമ്മിലുള്ള റിലേഷൻസ്, അപ്പീലുകളൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ അഭിപ്രായ ഭിന്നതകളുണ്ടായി. ഇനി അത് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കണം, വെദർ ഇറ്റ് ഈസ് എ യൂണിറ്ററി സ്റ്റേറ്റ് ഓർ എ ഫെഡറൽ സ്റ്റേറ്റ്. യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു ശക്തമായ കേന്ദ്ര ഗവൺമെന്റ് മാത്രമുള്ള ഏക ഗവൺമെന്റ്, അവരധികാരം ചുമതലപ്പെടുത്തുന്നവർ ചെയ്യുക. എന്നാൽ ഫെഡറൽ സ്റ്റേറ്റ് അങ്ങനെയല്ല. രാഷ്ട്രത്തിനകത്തു തന്നെ രണ്ടു തരം ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും. ശക്തമായ കേന്ദ്ര ഗവൺമെന്റ് വേണമെന്നും ഒരു വിഭാഗം, എന്നാൽ അങ്ങനെയല്ല, കേന്ദ്ര ഗവൺമെന്റും അധികാരങ്ങൾ ഏറെയുള്ള സംസ്ഥാന ഗവൺമെന്റുകളും വേണമെന്ന അഭിപ്രായഗതികൾ, അങ്ങനെ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായി. ഏറെ ചൂടുപിടിച്ച ആശയ സംവാദങ്ങൾ ഇക്കാര്യത്തിലുണ്ടായി. പക്ഷേ അതിലൊക്കെ തീരുമാനങ്ങളുണ്ടായി. ആ തീരുമാനങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഭരണ രീതികളും ഈ വ്യവസ്ഥകളും ഒക്കെ എന്തൊക്കെയാണെന്ന് പിന്നീട് തുടർന്നുള്ള ചാപ്റ്ററുകൾ നമ്മൾ പറയും. അപ്പൊ അങ്ങനെ തീരുമാനം എടുത്തതാണ് യുക്തിയുടെ അടിസ്ഥാനത്തിൽ, സമവായത്തിലെത്തി. പലപ്പോഴും വോട്ടെടുപ്പ് വേണ്ടി വന്നു, ചില അവസരങ്ങളിലൊക്കെ വോട്ടെടുപ്പ് വേണ്ടി വന്നു, ചിലപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്തു, ചിലപ്പോൾ യുക്തിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുത്തു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. ഒരു കാര്യത്തിൽ മാത്രം ഏകാഭിപ്രായമാണ്, ഐകകണ്ഠേനയാണ് തീരുമാനമെടുത്തത്. ആ ഒരു കാര്യത്തിൽ മാത്രം ഐകകണ്ഠേന തീരുമാനമെടുത്തത് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണം എന്ന അഭിപ്രായത്തിൽ മാത്രമേ ആരും എതിരഭിപ്രായം പറഞ്ഞില്ല. അങ്ങനെയാണ് അത് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത്.